അപ്പോൾ നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ ഞാനുള്ളത് ജോണോ ഗ്രോസിലെ ഞങ്ങളുടെ കാരവൻ സൈറ്റിലാണ്, അതായത് ഞങ്ങളുടെ മോട്ടോർ ഹോമിൻ്റെ ക്യാമ്പിംഗ് സൈറ്റിലാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ട് ഞാൻ ഈ ക്യാമ്പിംഗ് സൈറ്റും കാര്യങ്ങളൊക്കെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തുവാണ്. ചെറിയൊരു വീഡിയോ ആണ്. നമുക്കപ്പോൾ ഈ ക്യാമ്പിംഗ് സൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ട്രിപ്സ് ഓൺ വീൽസ് എന്ന് പറയുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. യു കെയുടെ ലാൻഡിൻ്റെ ആരംഭം അല്ലെങ്കിൽ അവസാനം എന്ന് പറയുന്ന, അതായത് യു കെയുടെ കരഭൂമി അവസാനിക്കുന്ന ആ ഒരു സ്ഥലം, അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് വരുവാണെങ്കിൽ ആരംഭിക്കുന്ന സ്ഥലം എന്ന് പറയുന്ന ജോണോ ഗ്രോസിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ക്യാമ്പ് സൈറ്റിലാണ് ഞാനുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ക്യാമ്പ് സൈറ്റിൻ്റെയും ആ ജോണോ ഗ്രോസിൻ്റെയും ഹെലിക്യാമിലുള്ള ആ ഒരു വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഏരിയ ആണ് യു കെയുടെ എന്നാ പറയുന്നത് ജോണോ ഗ്രോസ് എന്ന് പറയുന്ന ആ യു കെയുടെ ലാൻഡിൻ്റെ ആരംഭം അല്ലെങ്കിൽ അവസാനം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നമ്മുടെ വണ്ടി നമുക്ക് ഈ കാരവൻ സൈറ്റിനകത്തൂടെ ഒന്ന് ഓടിച്ചു നോക്കാം. നമ്മുടെ വണ്ടി ഈ കറങ്ങുന്ന കംപ്ലീറ്റ് ഏരിയയാണ് നമ്മുടെ ഈ ഒരു ജോണോ ഗ്രോസ് മോട്ടോർ ഹോമിൻ്റെ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് മോട്ടോർ ഹോം മാത്രമല്ല, സ്വന്തമായിട്ടുള്ള വണ്ടിയെ വരുന്നവർ അവർ സ്റ്റേ അടിക്കാറുണ്ട്. അവർ വണ്ടിക്കകത്ത് കിടന്നുറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ടെൻ്റ് അടിച്ച് കിടക്കുന്നുണ്ട്. അതുപോലെ സൈക്ലിങ്ങുകാരുണ്ട്, ബൈക്കുകാരുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് സ്റ്റേ എടുക്കാവുന്നതാണ്. അപ്പോൾ അവർക്ക് വേണ്ട ടോയ്ലറ്റ് ഫെസിലിറ്റീസും ഷവർ ഫെസിലിറ്റീസും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ക്യാമ്പിംഗ് സൈറ്റിനകത്ത് അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്യാമ്പ് സൈറ്റ് കംപ്ലീറ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇതിനകത്ത് എന്നൊക്കെ ഉള്ളത്, എന്നൊക്കെ ഫെസിലിറ്റീസാണ് ഈ ഒരു മോട്ടോർ ഹോമിൻ്റെ ക്യാമ്പ് സൈറ്റിൽ ഉള്ളത് നമുക്കൊന്ന് അറിയണ്ടേ. ഇതാണ് നമ്മുടെ യു കെയുടെ അറ്റം, അതായത് ഒരു സൈഡിലുള്ള ജോണോ ഗ്രോസ് എന്ന് പറയുന്ന സ്ഥലം. സോ ഈ ജോണോ ഗ്രോസിൻ്റെ സൈഡ് കംപ്ലീറ്റ് ബീച്ചാണ്. അപ്പോൾ ഇതിന് തൊട്ടടുത്താണ് ഞങ്ങൾ ഈ തവണ എടുത്തിരിക്കുന്ന മോട്ടോർ ഹോമിൻ്റെ പാർക്കിങ്. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തായിട്ട് തന്നെ ജോണോ ഗ്രോസിൻ്റെ ഫ്രണ്ടിൽ ഇവിടെയാണ് ഞങ്ങളുടെ ക്യാമ്പറവൻ സൈറ്റ്. ഞങ്ങൾ വന്നിരിക്കുന്നത് ജോണോ ഗ്രോസ് കാരവൻ ആൻഡ് ക്യാമ്പിംഗ് സൈറ്റിലാണ്. അപ്പോൾ ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഈ പേര് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇതുണ്ടല്ലേ ജോണോ ഗ്രോസിൻ്റെ തൊട്ട് സൈഡിലായിട്ടുള്ള ജോണോ ഗ്രോസ് കാരവൻ ആൻഡ് ക്യാമ്പിംഗ് സൈറ്റിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ ഓഫീസ്. ഞങ്ങൾ ഇത്തവണ നേരിട്ട് വന്ന് ബുക്ക് ചെയ്യുമായിരുന്നു. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ അവിടെ ടോയ്ലറ്റോ ഷവർ ഫെസിലിറ്റീസോ ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു വ്യക്തി പേഴ്സണലായിട്ട് നടത്തുന്ന അവരുടെ പറമ്പിൽ ഒരു ചാർജിങ് ഫെസിലിറ്റി മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ഇതാണ് ഞങ്ങളുടെ ഡേ 1 കാരവൻ പാർക്ക്. ഇത് കണ്ടില്ല, ഒരുപാട് കാരവൻസ് ഇവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പം നമുക്ക് ഓരോ ആൾക്കാർക്കും വണ്ടി ഇടാൻ വേണ്ടി ഇവർ അലോക്കേറ്റ് ചെയ്ത് ഓരോ സ്പേസ് തരും. ഇതുണ്ടോ, ഇതാണ് നമ്പർ 1. അവർ ഇതിനവർ പിച്ച് എന്നാണ് പറയുന്നത്. നമ്മുടെ കാരവൻ ഇടേണ്ട ആ ഒരു സ്പേസിന് ഇവർ പറയുന്നത് പേര് പിച്ച് എന്നാണ്. സോ അതിനകത്ത് ഇലക്ട്രിക് പിച്ചുണ്ട്, അതുപോലെ തന്നെ നോൺ ഇലക്ട്രിക് പിച്ചുണ്ട്. ഇലക്ട്രിക് പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി വേണ്ടവർക്ക് വേണ്ടിയാണ് ഇലക്ട്രിക് പിച്ച്. നോൺ ഇലക്ട്രിക് പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വണ്ടിയിലൊക്കെ വന്നിട്ട് ജസ്റ്റ് ടെൻ്റ് അടിക്കാനും അല്ലെങ്കിൽ വണ്ടിക്കകത്ത് തന്നെ കിടക്കാനും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഇത്രയും പേർക്കും കൂടി വന്ന് ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാനായിട്ട് 40 പൗണ്ട് ഇവർ മേടിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നതിനോ ഒന്നും ഇവർ ഈ ക്യാമ്പ് സൈറ്റിൽ നിന്ന് ഞങ്ങളുടെ പൈസ മേടിച്ചിട്ടില്ല. അതുപോലെ തന്നെ വാട്ടർ നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. നമ്മുടെ വണ്ടിക്കകത്ത് ടാങ്ക് ഫില്ല് ചെയ്തുകൊണ്ട് പോകാവുന്നതാണ്. വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ബിൻസ് എല്ലാം വെച്ചിട്ടുണ്ട്. റീസൈക്ലിംഗ് ബിന്നും ജനറൽ വേസ്റ്റും എല്ലാം ഇവർ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വണ്ടിയിലെ കുക്കിംഗ് വേസ്റ്റും അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ബോട്ടിലുകൾ കാര്യങ്ങൾ എല്ലാ വേസ്റ്റും ഫുഡ് വേസ്റ്റും എല്ലാം ഇവിടെ കൊണ്ട് നമുക്ക് ഇടാവുന്നതാണ്. സോ അത് വഴിയിലൊന്നും വലിച്ചു വാരി ഇടേണ്ട കാര്യമില്ല. ഇതെവിടെ കൊണ്ട് ഇടുമെന്ന് തപ്പി നടക്കേണ്ട കാര്യമില്ല. ഇത് രാവിലെ 7 മണിയാണ് സമയം. പലരും ഉറങ്ങി ഏറ്റിട്ടില്ല. പിന്നെ കുറേ അധികം പേര്
സീ വ്യൂവിൻ്റെ തൊട്ടടുത്ത് തന്നെ പോയി കിടക്കുകയാണ്. ഏറ്റവും ഒന്ന് നമ്മൾ പറയില്ല, ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് നമ്മൾ കടൽ നോക്കിയിരിക്കാനുള്ള ആ ഒരു സെറ്റപ്പിന് വേണ്ടി എല്ലാവരും കടലിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ആ കാണുന്നതാണ് ഇവിടുത്തെ ബാത്റൂമും ഷവർ ഫെസിലിറ്റീസും ഒക്കെ. ഒന്നും പറയാനില്ല, നല്ല സ്റ്റാൻഡേർഡ് ബാത്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഷവർ ഫെസിലിറ്റി ആയിരുന്നു. സോ അതിനൊന്നും പൈസയൊന്നുമില്ല. അപ്പം അത് രാത്രി ഫുള്ള് ഓപ്പണാണ്, നമുക്ക് എനി ടൈം യൂസ് ചെയ്യാം. അതും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുമാത്രമല്ല, വേറെ ഇവിടെ ലോണ്ട്രിയും ഡിഷസും ഉണ്ട്. ലോണ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൊണ്ടുവന്ന തുണികളും കാര്യങ്ങളും ഒക്കെ അലക്കാനായിട്ട് ഇവിടെ 1 പൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ അലക്കി ഉണങ്ങി കിട്ടും. സോ ഇവിടെ ഈ മഴയാണെങ്കിലോ അല്ലെങ്കിൽ ബീച്ചിൽ ചാടിയെങ്കിലോ ഈ മണമായിട്ട് നനഞ്ഞ തുണിയായിട്ട് നമുക്ക് പോകേണ്ട കാര്യമില്ല, ഇവിടെ തന്നെ വാഷ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, അയൺ ചെയ്യാൻ വേണ്ടി അയൺ ബോർഡ് ഉണ്ട്, പക്ഷേ അയൺ ബോക്സ് ഇല്ല. ഇപ്പം നമ്മൾ അയൺ ബോക്സുമായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് പ്ലഗ് ചെയ്ത് നമുക്കിവിടെ തേച്ചുകൊണ്ട് നമുക്ക് പോകാവുന്നതാണ്. ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാത്രങ്ങളൊക്കെ കൊണ്ട് കഴുകാനായിട്ട് അവർ വെച്ചിരിക്കുന്ന സ്പേസാണ്. നമ്മൾ വണ്ടിക്കകത്ത് കുക്ക് ചെയ്യുമ്പം അതിൻ്റെ ഒരു ചെറിയ വാഷ് ബേസിനാണ് വണ്ടിക്കകത്തുള്ളത്. സോ അതിനകത്ത് കഴുകാതെ നമുക്ക് ഇവിടെ കൊണ്ട് കഴുകാം. നമുക്ക് അത്യാവശ്യമല്ലാത്ത വലിയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കഴുകി വൃത്തിയായിക്കൊണ്ട് പോകാം. പിന്നെ അതുമാത്രമല്ല, വണ്ടിക്കകത്തെ വേസ്റ്റ് വാട്ടർ നമ്മൾ കഴുകി കഴിയുമ്പോൾ വേസ്റ്റ് വാട്ടർ ടാങ്കൊക്കെ എംപ്റ്റി ചെയ്യാൻ പോകണം. ഇവിടെ ആകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇങ്ങോട്ട് പോകുന്തോറും ഇവിടെ ജെൻസിൻ്റെ ടോയ്ലറ്റും ഉണ്ട്. ഞാൻ ടോയ്ലറ്റിനകത്തോട്ട് കയറുന്നില്ല, പക്ഷേ നല്ല ടോയ്ലറ്റാണ്. അപ്പുറത്തെ സൈഡിൽ ലേഡീസിൻ്റെ ഉണ്ട്, പിന്നെ ഹാൻഡിക്യാപ്പിൻ്റെ ടോയ്ലറ്റ് ഉണ്ട്. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൽസൺ ഡിസ്പോസൽ പോയിൻ്റ് എന്നാണ് എഴുതിയേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിക്കകത്തെ ടോയ്ലറ്റ് വേസ്റ്റ് നമ്മൾ ഇവിടെ കൊണ്ട് കളയുന്ന സ്ഥലമാണ്. ടോയ്ലറ്റ് വേസ്റ്റ് എങ്ങനെ കളയുന്നതെന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. സോ ഇതാണ് ടോയ്ലറ്റ് വേസ്റ്റ് കളയുന്ന സ്ഥലം. ഇതുണ്ടോ, ഓരോരുത്തർ അവരുടെ വണ്ടിയുടെ ടാങ്ക് ഫില്ല് ചെയ്യുന്നതാണ്. നമ്മളിവിടെ ഒരു ടാപ്പ് കാണും, ആ ടാപ്പിലേക്ക് ഓസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മറ്റേ അറ്റം നമ്മുടെ വണ്ടിയുടെ ടാങ്കിൻ്റെ സൈഡിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് വാട്ടർ ഫില്ല് ചെയ്യാൻ പറ്റും. മോട്ടോർ ഹോമും കാറുകാരും മാത്രമല്ല, നമ്മുടെ നല്ല അടിപൊളി ബൈക്ക് റൈഡേഴ്സും ഒക്കെ ഇവിടെ വന്ന് ചെറിയ ടെൻ്റൊക്കെ അടിച്ച് താമസിക്കുന്നുണ്ട്. സോ അവർക്ക് ഓരോ സ്പോട്ട് കൊടുക്കും. ഇതിപ്പോൾ 28 ആണ് പിച്ച്. ഹലോ, ഗുഡ് മോർണിംഗ്. Yeah, fine. Where are you coming from? I'm from the Netherlands. Oh, you are from Netherlands? Yeah. Oh, you came from the bike. I've been on the road for tomorrow would be a week. Oh. Got my tent and all my bits and pieces looking. I'm just getting ready to load up. Oh. So this is what I wear. I've got Driving gears. this is a very high visibility suit. It's Okay. a waterproof suit. So that means when I put this on, it keeps me dry, but it means that the drivers can see me as well. And then on top of that, I've got this is an airbag. Airbag. See this thing here? So this is the cylinder in here, an air cylinder. So I fixed this to the bike, to this thing here. Okay. Put myself in. Okay. So I put the jacket on and I clip it in. And what it means is, if I fall, Yeah. the bike goes and it pulls that thing, pulls up like a Michelin man. It supports my helmet. It puffs up as a big kind of balloon. Puffs up, supports my neck and all the vital organs, because this goes quite low down. This is a contract with the wife. Oh. my Minister of Home Affairs said, you're mad. So how you protect your legs? This is only covering. I've just got these pads in here. Knee pads. And then in the hips here I've got some, and for the rest it's For the good. and try to ride intelligently. How much is the cost, approx? The airbag. Yeah. That's pretty expensive. That was about 400-500 euros. Euros. Yeah, I've used it once. I came off it. I was a bit too enthusiastic on a roundabout, and the bike is what they call a low side. It slipped away. The back wheel slipped. I went down. Then I just replaced the cylinder. So just need to replace the cylinder. Once you use, just need to replace the cylinder. You just replace the cylinder. Now that cost that's €5. 5 euros. Only for the Oh. For the cylinder. Oh, that's nice. So for the rest, I've got the one. It's a BMW. This is a BMW. It's a bike called an X Country. കടലിൻ്റെ തൊട്ട് മൂലയ്ക്ക് കൊണ്ടുപോയിട്ടാണ് ടെൻ്റൊക്കെ അടിച്ചേക്കുന്നത്.
നാട്ടിലൊക്കെയാണ് ഒന്ന് പേടിച്ചേനെ. ശക്തിയായിട്ടൊരു കാറ്റടിച്ച് കഴിഞ്ഞാൽ പറന്നു പോകുന്ന പേടി. പക്ഷേ ഇവരൊക്കെ സ്ട്രോങ് ആയിട്ടാണ് ഇവിടെ പിച്ച് വലിച്ച് കെട്ടി. ഇവരൊന്നും ഉറങ്ങി ഏറ്റിട്ടില്ല. പിന്നെ ഈ സൈഡിൽ കൂടെ ഇതുണ്ടല്ലോ കോസ്റ്റൽ വോക്ക് ഉണ്ട്. നമുക്ക് നടന്ന് കാണാൻ വേണ്ടി ഗേറ്റ് തുറന്നിട്ട് നമുക്ക് നടന്ന് സൈഡിൽ കൂടെ അങ്ങ് വരെ പോകാവുന്നതാണ്. ഇപ്പോൾ ബൈക്കുകാരും കാറുകാരും ക്യാമ്പർ വാൻകാരും മാത്രമൊന്നുമല്ല, ഇവിടെ നമ്മുടെ NC500 കൂടെ സൈക്ലിംഗ് ചെയ്യുന്ന ചേട്ടന്മാരും ഉണ്ട്. സോ അവർ ഇതുപോലെ സൈക്ലിംഗ് ചെയ്ത് ഓരോ സ്ഥലത്ത് വന്നിട്ട് നോൺ ഇലക്ട്രിക് ആയിട്ട് സ്പേസ് എടുത്ത് അവിടെ അവരവരുടെ ടെൻ്റൊക്കെ അടിച്ചിട്ട് താമസിക്കുകയാണ്. വേറെ ആരെ കമ്മിങ് ഫ്രം? I came from Cumbria. We came from Cornwall. Came from London. We're mates. We're gonna cycle from here down to the bottom of England. So Cumbria, London, Como, Italy. Italy is... Oh yeah, he's gone to the toilet. Our other mates from Italy. No, Como. Where is Cornwall. Cornwall? Okay, the other end. Yeah. And we're gonna go back there hopefully in a few days. How's it going? Yeah, fine. What's your name? I'm Leonardo. You? I'm Amal. Amal. Yeah. Nice to meet you. Bye. Ciao. Hi. Ciao. What's your name, brother? Adam. Adam. Nice to meet you. Bye. Floyd. Louis. Louis. Okay, all the best. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഞങ്ങളുടെ മോട്ടോർ ഹോം ഇട്ടിരിക്കുന്ന സ്ഥലം കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ക്യാമ്പിംഗ് സൈറ്റ് സൂപ്പറാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുവാണ്. കാരണം കൊയറ്റാണ്, അത്യാവശ്യം നല്ല ഒരു വ്യൂ ആണ്. അത്യാവശ്യം നല്ലതല്ല, സൂപ്പർ വ്യൂ ആണ്. നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ നമുക്ക് ഇരുന്ന് രാവിലെ ആയിട്ട് കാണാനും ഒക്കെ ആയിട്ട് വൈകിട്ടത്തെ വ്യൂവും സൂപ്പറാണ്. പിന്നെ അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ആണെങ്കിൽ 24 hour ഉണ്ട്. നല്ല സ്ഥലമാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. വലിയ പ്രൈസും ഇല്ല, 40 something ഉള്ളൂ. ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് വേണ്ടി അവർ ചാർജ് ചെയ്തിട്ടുള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ ഞാൻ വലിച്ചു കിട്ടുന്നില്ല, ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ആ വീഡിയോയുടെ ഇടയിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും ഫേസ്ബുക്ക് പേജിലെ കണ്ടെങ്കിൽ ട്രിപ്സ് ഓൺ വീൽസ് എന്നുള്ള എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.